are going to study the balance chapter 16 टपका एक हास्य कथा थी पेज नंबर 106 ओके बताइए പഠിച്ചത് एक धोबी था वह अमीर लोगों के कपड़े धोता था वह कोसीपुर नामक गांव के बाहर एक झोंपड़ी में रहता था वर्षा का मौसम था धोबी की झोंपड़ी पुरानी थी वह हर समय डरता रहता था कि पानी न टपक पड़े और कपड़े खराब न हो जाए क्योंकि टपक का दाग आसानी से धुलता भी नहीं था धोबी ने धोबी से कहा इस बार बड़े जोर की बारिश हो रही है कहीं कोई टपका न पड़ जाए मुझे इतना डर शेर का नहीं जितना टपके का है अब हुआ कुछ यूं कि धोबी की झोंपड़ी के पीछे एक शेर वर्षा से बचने के लिए खड़ा था उसने धोबी की बात सुनी तो लगा सोचने यह टपका क्या बला है धोबी को मेरा डर नहीं पर वह टपके से बहुत डरता है എന്തായാലും ഒരു ദിവസം ഒരു ധോബി എന്ന് പറഞ്ഞാൽ തുണി അലക്കുന്നവരെയാണ് നമ്മൾ ധോബി എന്ന് പറയുന്നത് അലക്കുകാരനെ കൂടെയുള്ള സംഭാഷണമാണ് അവരുടെ കുടിൽ ചോമ്പടി മീൻസ് കുടിലിനുള്ളിൽ ഇന്ന് സംസാരിക്കുന്നതാണ് എന്താണ് പറയുന്നത് ടപ്ക എന്ന് പറഞ്ഞാൽ ഓരോ മഴ തുള്ളിയായിട്ട് വീഴുന്നതിനെയാണ് ടപ്ക എന്ന് പറയുന്നത് അപ്പോൾ അവർ പറയുകയാണ് അവരുടെ ജോലി എന്തായിരുന്നു വളരെ പണക്കാരായ ആൾക്കാരുടെ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്ന ജോലിയായിരുന്നു അവരുടേത് അപ്പോൾ ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഈ മഴ വരുന്ന സമയത്ത് അവർ ഉണക്കി വൃത്തിയാക്കി മുറുകിയുള്ളിൽ വെച്ചിരിക്കുന്ന തുണികൾ നശിച്ചു പോകും അല്ലേ മഴയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും അതിരുന്ന് നശിച്ചു പോകും അപ്പോൾ അവർ രണ്ടുപേരും അകത്തിരുന്ന് സംസാരിക്കുകയാണ് എന്താണ് ഇപ്രാവശ്യത്തെ മഴ വളരെ കൂടുതലായിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ തുണികളൊക്കെ നശിച്ചു പോകുമായിരിക്കും ഈ മഴത്തുള്ളികളൊക്കെ വീണ് അപ്പോൾ നമുക്ക് സിംഹത്തിനെ കാളും ഭയം എന്തിനെയാണ് ഈ മഴത്തുള്ളികളെയാണ് കാരണം എന്താണ് അവരവരുടെ ജോലികളാണ് അവരവർക്ക് ഏറ്റവും വലുതല്ലേ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ജോലികളൊക്കെ കൂടുതൽ എന്താണ് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കർത്തവ്യങ്ങൾക്ക് നമ്മുടെ കടമകൾ എന്താണ് ആ തുണികൾ ഇവരെ വിശ്വസിച്ചായിരിക്കും ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ആൾക്കാരല്ലേ അത് ഭംഗിയായി ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു ധാരണ ആർക്കുണ്ട് ഈ ആൾക്കാർക്കുണ്ട് ഈ ഗരീബി അമീർ ലോകോങ്കോ അമീറിന്റെ ഓപ്പോസിറ്റ് ആണ് ഗരീബ് എന്ന് പറഞ്ഞു അപ്പൊ പണക്കാരായ ആൾക്കാരുടെ ധാരണ എന്താണ് ഈ തുണികളെല്ലാം വൃത്തിയായി കൊണ്ടു കൊടുക്കും എന്നുള്ള ധാരണയിലായിരിക്കാം ഈ വസ്ത്രങ്ങളെല്ലാം ഇവർക്ക് കൊടുക്കുന്നത് അപ്പൊ ഇവര് തമ്മിലുള്ള സംഭാഷണം കേട്ടുകൊണ്ട് ആരാണ് നിൽക്കുന്നത് ഒരു ഷെയർ അവരുടെ വീടിന് സമീപത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ വീടിന് സമീപത്തായിട്ട് നിൽക്കുന്ന ഷെയർ എന്താണ് ചിന്തിക്കുന്നത് എന്നേക്കാളും ഭയമോ ഈ മഴത്തുള്ളികളെ കാരണം എന്തായിരിക്കാം ഈ മഴത്തുള്ളികൾ വീണാൽ ഈ തുണികളെല്ലാം നശിച്ചു പോകും तो बैलेंस क्वेश्चन നോക്കിയേ अब हुआ कुछ यूं कि धोबी की झोंपड़ी के पीछे एक शेर वर्षा से बचने के लिए खड़ा था उसने धोबी की बात सुनी तो लगा सोचने यह टपका क्या बल है धोबी को मेरा डर नहीं पर वह टपके से बहुत डरता है ധോബി എന്താണ് എന്നെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ മഴത്തുള്ളികളെയാണ് പേടിക്കുന്നത് ആ സമയത്തോ അവിടെ ഒരു ചിരിക്കാനുള്ള ഒരു കാര്യം ഉണ്ടായി എന്താണ് കുംഹാർ മീൻസ് പോട്ടർ അദ്ദേഹത്തിന്റെ ഒരു കുതിരയല്ല ഡോങ്കിയെ കാണാതെ പോയിരുന്നു ധോബി की झोंपड़ी तक आ पहुंचा അദ്ദേഹം അതിനെ അന്വേഷിച്ച് എവിടെ വന്നു ധോബിയുടെ വീടിന്റെ സമീപത്തായിട്ട് വന്നു ഗഹ്ര അന്ധകാർ था വളരെ എന്താണ് അന്ധകാർ മീൻസ് ഇരുട്ടായിരുന്നു कुछ भी साफ नजर नहीं आ रहा था उसने शेर को अपना खोया हुआ गधा समझा അപ്പോൾ ആ വീടിന്റെ സമീപത്തായിട്ട് നിന്ന ആ ഡോങ്കിയെ കണ്ടിട്ട് ഈ കുംഭാർ ഈ പോട്ടർ വിചാരിച്ചു തന്റെ ഗധയാണെന്ന് കരുതി ഷേർ സിംഹത്തെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ആരാ ഈ കുംഭാർ അപ്പോൾ शेर को मारकर
ബൈഠ, അതിന്റെ പുറത്തേക്ക് കയറിയിരുന്നു. അപ്പൊ വളരെ എന്താണ്, ഇരുട്ടാണ്, വെട്ടമൊന്നുമില്ല. അപ്പൊ എന്താ, ഇത് എൻ്റെ ഡോങ്കി ആയിരിക്കും, എൻ്റെ കഴുതയായിരിക്കും എന്ന് കരുതി സിംഹത്തിന്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ് ഈ പാത്രക്കാരൻ, അല്ലേ? ഈ പാത്രമൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കുംഹാർ എന്ന് പറയുന്നത്. മനസ്സിലായോ? तो उसने शेर को अपना खोया हुआ यथा समझा। शेर को पकड़कर कुम्हार उस पर चढ़ बैठा और उसे 2 डंडे जमाए। फिर कड़क पर बोला, गधे की औलाद, गधे की औलाद, गधे की कुഞ്ഞ്, औलाद मीन्स കുഞ്ഞാണ്. അപ്പോൾ फिर कड़क कर बोला, यहाँ छिपा खड़ा है, चल जल्दी. നീ എന്തോ കുഞ്ഞു വിളിക്കുവാണോ? എന്താ ഡോങ്കി, കഴുത, നീ എന്താണ് കുഞ്ഞാണോ? നിനക്കെന്താ അത്രയ്ക്ക് അറിയത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ആരാ? ഈ കുംഹാർ ഈ സിംഹത്തെയും പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ സിംഹമാണെന്ന് അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം കരുതുന്ന എന്താണ്, എൻ്റെ കഴുതയാണെന്നാണ് കരുതി പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ നോക്കിയേ, और शेर के कनपड़ी पर दे मारे, शेर बुरी तरह घबरा गया. अरे आ गया डबका, अब मेरी खैर नहीं, सोचकर और साथ पर दौड़ा. അപ്പൊ എന്താണ്, അപ്പൊ പറയുന്നത് ഉള്ളതാണ്, ശരിയാണ്. എന്താണ്, എന്നേക്കാൾ പേടി മഴത്തുള്ളികളാണ്. എന്നെ പേടിയില്ല, എന്നെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്നെ അടിക്കുകയൊന്നും ചെയ്യത്തില്ല. അതാണ്ട് എന്നെ ഇപ്പൊ എന്താണ് അടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്പീഡിൽ സിംഹം ഓടുവാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അചാനക ബിജലി ചമക്കി. അപ്പൊ അതിനുശേഷം എന്താണ്, ബിജലി ചമക്കി, വെട്ടമുള്ള ഭാഗത്തേക്ക് വന്നപ്പോ അപ്പോ बिजली चमकी. कुम्हार ने देखा और सन्न रह गया, और सन्न रह गया. എന്താണ്, കുമ്ഹാറിനെ ദേഖ, കുമ്ഹാർ കണ്ടു. എന്താണ് സന്ന്, സന്ന് രഹ ഗയ എന്ന് പറഞ്ഞാൽ ബുരി തരഹ് ഖബര ജാന, ബുരി തരഹ് ഖബര ജാന. ഇത് പേടിച്ച് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സന്ന രഹ ഗയ എന്ന് പറയുന്നത്. എന്താണ്, വെട്ടം വന്നപ്പോഴത്തേക്കും കണ്ടു, ഇതെന്താണ്, ഇത് കഴുതയല്ല, ഇത് സിംഹമാണെന്ന് ആര് കണ്ടു? ഈ കുംഹാർ കണ്ടു. ഡർക്കിമാരെ കുംഹാർ का शरीर कांपने लगा. പേടിച്ച് വിറയ്ക്കുവാൻ വേണ്ടി തുടങ്ങി അദ്ദേഹം. बहुतों गधे पर नहीं बल्कि एक शेर बैठा था. बड़ी अजीब सी बात थी कि शेर कुम्हार से डर रहा था और कुम्हार शेर से. എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേടിക്കുകയാണ്. കുംഹാർ ഇത് കഴുതയാണെന്ന് കരുതിയാണ് അദ്ദേഹം സിംഹത്തെ അടിച്ചത്. അപ്പോൾ സിംഹം എന്താണ് കരുതുന്നത്, ഞാൻ സിംഹമാണെന്ന് അറിഞ്ഞിട്ടുകൂടി അദ്ദേഹത്തിന് എന്നെ പേടിയില്ല എന്ന് കരുതിയാണ് സിംഹം ഓടുന്നത്. അപ്പൊ നോക്കിയേ, അചാനക് ദൗड़ते दौड़ते शेर एक बरगद के पेड़ के नीचे से निकला. पेड़ की जड़ें धरती तक लटक रही थी. അപ്പോൾ ഓടി ഓടി ഷേർ എവിടെ ചെന്നു, ഒരു ബാനിയൻ ട്രീ, ഒരു ആൽമരത്തിന്റെ ചുവട്ടിലെത്തി. അപ്പൊ പേടിക്ക് ജഡേ, പേടിക്ക് ജഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽമരത്തിൽ നിന്ന് ജഡയായിട്ട് പൊരുത്ത് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ താഴെ തറയിൽ വരെ മുട്ടി കിടക്കുകയായിരുന്നു. കുംഹാറിനെ കറയ്ക്ക് ജഡ് പകട്ടി. കുംഹാർ പേടിച്ച് എന്താണ്, അതിൽ ഒരു ജഡയിൽ പിടിച്ച് മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. उसने बरगद में एक खोखली जगह खोजी और उसमें छिपकर बैठ गया. उधर शेर आगे ही जा रहा था, कहीं ठबका दोबारा न पकड़ ले, यही डर उसके दिल में बैठा था. आगे मिला एक बंदर. शेर की बुरी दशा देखकर बंदर बोला, महाराज क्या हो गया, इतने घबराए हुए कहाँ भागे जा रहे हो. അദ്ദേഹം എന്താണ്, പേടിച്ച് സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്, അതിപ്പോഴത്തേക്കും മുന്നേ ആര് വന്നു, एक बंदर, ഒരു കുരങ്ങൻ വന്നു. ഷേർ की बुरा दशा देखकर, ഷേറിന്റെ ബുരി ദശ, ബുരി ഹാലത്ത് देखकर, അവന്റെ അവസ്ഥ കണ്ടിട്ട് ബന്ദർ ബോല, കുരങ്ങൻ പറയുകയാണ്, മഹാരാജ് ക്യാ ഹോ ഗയാ, എന്താണ് സംഭവിച്ചത്, ഇതനെ ഖബരായേ ഹുയേ കഹാ ഭാഗേ ജാ രഹേ ഹോ, ഇത്രയും സ്പീഡിൽ എവിടേക്കാണ് പേടിച്ചോടുന്നത്. കുച്ച് മത് പൂച്ചോ, എന്നോടൊന്നും ചോദിക്കരുത്. ഫാഗുലോ, ഓടിക്കോളൂ. ജംഗിൾ മേ ഠപക ഉദർ ആയാ ഹേ, ഷേർ ने ഹാഫ്
भागते हुए कहा. ഷേർ പറയാണ് എന്താണ്, ജംഗിൾ വനത്തില് ടപ്ക വന്നിട്ടുണ്ട്, അതുകൊണ്ട് എളുപ്പം പോകും. അരേ വാ അബ് തോ ടപ്കെ സേ ഡർ ഗയേ. അരേ വാ, ടപ്കെ എന്ന് പറയുന്നതിനെ നീ പേടിക്കുന്നുണ്ടോ? मैं तो टपके पक्का आम को खूब चाव से खाता हूँ. बंदर हंसने लगा. टपके എന്ന് പറയുമ്പോൾ അവൻ എന്താണ് ഉദ്ദേശിച്ചത്? ടപ്കെ മീൻസ് പക്ക ആം, മാമ്പഴത്തെയാണ് ടപ്കെ എന്ന് കുരങ്ങൻ ഉദ്ദേശിച്ചത്. ഞാൻ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഫലമാണ് എന്താണ് ടപ്കെ. നമുക്ക് ടപ്കെ ഇത്രയും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. अरे नहीं नहीं, यह वह टपका नहीं है, बहुत भयंकर बला है. വളരെ ഭയങ്കരമായ ബലമുള്ള സാധനമാണ് ടപ്ക. അത് ആ ടപ്കയല്ല എന്ന് ഷേർ തിരിച്ചു പറയുകയാണ്. മേരി കൺപടിയോं पर उसने ऐसे ठंडे जमाए कि मुझे नानी याद आ गई. शेर ने गहरी सांस लेकर कहा, नानी याद आना हौसले पस्त हो जाना. कराहना दर्द के कारण धीमी आवाज से बोलना. ഗഹരി സാംസ് ലേന ആഹു പറഞ്ഞ. എന്താണ്, വളരെ ശ്വാസം എടുത്തുകൊണ്ട് തന്നെ പറയുകയാണ്. ആ ടപ്കയല്ല ഞാൻ പറയുന്ന ടപ്ക, എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വളരെ ശക്തമായിട്ടുള്ളതാണ് ടപ്ക എന്നൊക്കെ തിരിച്ച് ഷേർ പറയുകയാണ്. അച്ഛാ ഏസ ചലോ മുझे भी तो दिखाओ कि टपका है कहा बंदर बोला. അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരൂ ഈ ടപ്ക എന്താണെന്ന്. അപ്പോൾ ദോനോ ബർഗദ് ഓർ ചൽപടെ, രണ്ടുപേരും തിരിച്ച് ബാനിയൻ ട്രീയുടെ അടുത്തേക്ക് വന്നു. കുംഹാർ ने फोर के हल्के प्रकाश में देखा कि शेर बंदर के साथ आ रहा था. ആ വെട്ടം, ആ പ്രകാശത്തിന്റെ ഇതിൽ കണ്ടു. ഞാൻ എന്താണ് കണ്ടത്? ഷേർ, സിംഹം ബന്ദറിനെയും കൂട്ടി വരുന്നത് കണ്ടു. वह बरगद की खोख में चिपका बैठ गया और सिर पत्तों से ढक लिया. ആ സമയത്ത് പേടിച്ചു പോയ ആ പോട്ടർ എന്ത് ചെയ്തു? ആ മരത്തിന്റെ ഇടയിലേക്ക് കയറിപ്പോയി. ആ ഇലകളുടെ ആ ചില്ലയ്ക്കകത്തൂടെ കയറിപ്പോയി. അതിനകത്ത് കയറി എഴുന്നേറ്റ് ഇലകൾ കൊണ്ട് മുഖം മറച്ചിരുന്നു. ഷേർ നീച്ചേ ഖടാ രഹാ. സിംഹം എന്ത് ചെയ്തു? ചുവട്ടിൽ വന്നു നിന്നു. ആർ ബർഗർ ചട്ടയ ബർഗദ് ആരാണ് അതിനൊപ്പം വന്നു നിന്നത്? ബന്ദർ, മങ്കിയും വന്നു. ഉജൽത്ത കൂത്ത വഹീ പർ ജാ ബൈഠ ജഹാ കുംഹാർ छिपा था. बंदर की पूंछ से कुम्हार के सिर के पत्ते हट गए और पूंछ सीधी कोख के अंदर कुम्हार के मुंह के सामने लटकने लगी. कुम्हार ने लगकर बंदर की पूंछ को कसकर दोनों हाथों से जकड़ लिया. अब बंदर परेशान उछल कर दूसरी टहनी पर जाने का प्रयत्न करने लगा तो हिला न जाए वहां से. क्या हो गया मेरी पूंछ को? बंदर सोचने लगा. वह बुरी तरह डर गया. उसने पूंछ छुड़ाने के लिए जोर लगाया. कुछ जोर लगा बंदर का और कुछ जोर लगा कुम्हार का. लो, बंदर की पूंछ की उगट गई और बंदर हमसे बैठ के नीचे आ गिरा. जोर का धमाका हुआ और शेर भागा खड़ा हुआ. बंदर भी तो तेजी से उठकर भागा. दोनों भागते भागते दूर निकल आए. शेर बोला, क्यों देख लिया टपका? न बाबा न. कैसा टपका? वो तो पूंछ भूखा टपका था. मेरी पूंछ ही ले गया. मैं तो उधर अभी कभी नहीं जाऊंगा. बंदर ने दर्द से कराहट हुए कहा. എന്താണ് പറയുന്നത് നോക്കിയേ. രണ്ടുപേരും കൂടെ ഷേർ നീച്ചെ ഖടാ രഹാ और बंदर छट गया बरगद पर. രണ്ടുപേരും കൂടെ എവിടെ എത്തി? ബാനിയൻ ട്രീയുടെ അടുത്തെത്തി. ഒരാൾ താഴെ നിന്നു, ഒരാൾ മുകളിൽ കയറി. ഉജൽത്ത കൂത്ത വഹീ പർ ജാ ബൈഠ ജഹാ കുംഹാർ छिपा था. എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബർഗദ് പേടില്ല. ബാനിയൻ ട്രീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആരാ? നമ്മുടെ ബന്ദർ. ആ സമയം അവിടെ ഇരിക്കുന്ന കുംഹാർ ഇത് കണ്ട് പേടിച്ചിരിക്കുകയാണ്. ആരാണ്? സിംഹവും ഈ കുരങ്ങനും കൂടി വന്നത്. बंदर की पूंछ से कुम्हार के सिर पर पत्ते हट गए और पूंछ सीधी कोख में अंदर कुम्हार के मुंह के सामने
ലഡ്കനെ ലഗി. ഇത് എന്താണ്? മരത്തിന്റെ മുകളിൽ കയറിപ്പോയ ആ കുരങ്ങന്റെ വാല് ആരുടെ അടുത്തേക്കാണ് കിട്ടിയത്? കുംഭാറിന്റെ മുഖത്തിന് അടുത്തേക്ക് കിട്ടി. കുംഭാറിനെ ലപട്കർ ബന്ദർ की पूंछ को कसकर दोनों हाथों से जकड़ लिया. എന്ത് ചെയ്തു? വാല്, ഈ പൂഞ്ച് കസ്കർ ദോനോ ഹാത്തോ സേ ജകട് ലിയ. വാല് രണ്ടുപേരുടെയും കൂടെ ഈ ബന്ദറിന്റെ പൂഞ്ച് വാല് എന്ത് ചെയ്തു? ആ മരത്തിന്റെ ആ ജടില് കെട്ടി മുറിക്കാൻ വേണ്ടി തുടങ്ങി. अब बंदर परेशान उछलकर दूसरी टहनी पर जाने का प्रयत्न करने लगा तो हिला न जाए वहां से. बंदर എന്ത് ചെയ്തു? വാലിന് വേണ്ടിയിട്ട് വെപ്രാളം എടുക്കുകയാണ്. क्या हो गया मेरी पूंछ को? എന്താണ് സംഭവിച്ചത് എൻ്റെ വാലിന്? ബന്ദർ सोचने लगा. वह बुरी तरह डर गया. വാലിന് വേണ്ടി അവൻ പേടിച്ചു പോയി. उसने पूंछ छुड़ाने के लिए जोर लगाया. അത് അവിടെ നിന്ന് അടിക്കുവാൻ വേണ്ടിയിട്ട് അവൻ ബഹളം വെച്ചു. കുച്ച് സോർ ലഗ ബന്ദർ കാ ഔർ കുച്ച് സോർ ലഗ കുംഭാർ കാ. അവിടെ നിന്ന് ബന്ദർ അവിടെ കിടന്ന് അലിക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും എന്ത് ചെയ്തു? ആ കുംഭാറും അവിടെ നിന്ന് ഉറക്കെ സൗണ്ട് ഉണ്ടാക്കി. ബന്ദർ की पूंछ की उगड़ गई और बंदर थम से पेट के नीचे आ गिरा. അവിടെ നിന്ന് വാല് അഴിച്ചു വിട്ടപ്പോഴത്തേക്കും എന്ത് ചെയ്തു? തമ്ന്ന് താഴെ വീണു. അവിടെ നിന്നും വെപ്രാളപ്പെട്ട് ഓടുവാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അവിടെ നിന്ന് ഓടി സ്പീഡിൽ ബന്ദർ സ്പീഡിൽ അവിടെ നിന്നും ഓടുവാൻ വേണ്ടി തുടങ്ങിയ ബന്ദർ ആരുടെ അടുത്തേക്ക് ചെന്നു? ഷേർ പറയാണ്, നീ കണ്ടു മനസ്സിലാക്കിയോ ടപ്ക എന്താണെന്ന്? അത് ടപ്കയല്ല, എന്റെ വാല് കൊണ്ടുപോകുന്ന ടപ്കയാണ്. മേരി പൂഞ്ച് ഹീലേഗയ, എന്റെ വാലും കൊണ്ടുപോയി. മേത്ത ഉദർ അവ കബീനക്കി ചാവുക, ഞാനിനി ഒരിക്കലും അവിടേക്ക് പോകില്ല. ബന്ദറിനെ ദർദ് സെ കരഹത്ത് ഹുയെ കഹ, വേദന കൊണ്ട് ആ കുരങ്ങൻ പറയുകയാണ്. ധോബി അല്ലേ? ധോബി വർഷ ബാരിഷ്, ശബ്ദാർത്ഥത്തില് വർഷ ബാരിഷ് अंधकार अंधेरा प्रयत्न कोशिश गहरी सांस लेना आग भरना. नेक्स्ट जकड़ लिया, कसकर पकड़ लिया. परेशानी बेचैनी. प्रकाश रोशनी. भयंकर डरावनी. धमाका जोर की आवाज. कराहना मीन्स दर्द के कारण धीमी आवाज में बोलना. कराहന എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് ഉറക്കെ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് കരാഹന. നാനി യാദാന ഹൈസലേ ബസ്ത് ഹോ ജാന. സർപ്പട്ട് ദൗഡ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. വളരെ സ്പീഡ് ഓടുന്നതിനെയാണ് സർപ്പട്ട് ദൗഡ എന്ന് പറയുന്നത്. സന്നി രഹ ജാന മീൻസ് ബുരി തരഹ് ഖവരാ ജാന. അവർ തന്റെ അവസ്ഥ ബുരി തരഹ്, നമ്മുടെ അവസ്ഥ നല്ലതല്ല എന്നാണ് പറയുന്നത്. नेक्स्ट इन प्रश्नों के उत्तर दीजिए. धोबी कौन से गांव में रहता था? धोबी ഏത് ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഏത് ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്? ഹോസിപൂർ നാമക് ഗാവ് മേ. രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ധോബി कौन से गांव में रहता था? धोबी कौन से गांव में धोबी होसीपुर नामक गांव में रहता था. सेकंड എന്താണ്? धोबी के घर के पीछे कौन खड़ा था? धोबी के घर के पीछे, धोबी के घर के पीछे धोबी के घर के पीछे
एक शेर ഒരു സിംഹം एक शेर खड़ा था एक शेर खड़ा था धोबी को किससे सबसे ज्यादा डर था सो धोबी को टपका से धोबी को टपका से ज्यादा डर था धोबी को टपका से ज्यादा डर था सबसे ज्यादा डर था धोबी किससे बात कर रहा था धोबी से धोबी से बात कर रहा था धोबी से बात कर रहा था शेर ने बंदर को क्या बताया शेर ने बंदर को क्या बताया जंगल में टपका आया है शेर ने बंदर को बताया कि टपका जंगल में टपका आया है शेर ने बंदर को बताया कि टपका जंगल में टपका आया है शेर ने बंदर को बताया कि जंगल में टपका आया है तो फर्स्ट क्वेश्चन धोबी कौन से गांव में रहता था धोबी कौन से गांव में रहता था धोबी ഏത് ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് ഏത് ഗ്രാമത്തിലാണ് धोबी कोसीपुर नामक गांव में रहता था the second one is धोबी के घर के पीछे कौन खड़ा था धोबिയുടെ വീടിന്റെ അടുത്തായിട്ട് ആരാണ് നിന്നിരുന്നത് धोबी के घर के पीछे एक शेर एक സിംഹമാണ് നിന്നത് third one धोबी को किससे सबसे ज्यादा डर था धोबी को टपका से ज्यादा डर था धोबी किससे बात कर रहा था धोबी ആരോടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് धोबी से बात कर रहा था फिफ्थ क्वेश्चन എന്താണ് शेर ने बंदर को क्या बताया शेर ने बंदर को बताया कि जंगल में टपका आया है जंगल में टपका आया है
नेक्स्ट हो गया वस्तुनिष्ठ प्रश्न ले सही विकल्प पर सही का निशान लगाइए 110 पेज नंबर 110 कौन से मौसम में धोबी को टपके का डर था सर्दी गर्मी वर्षा ഏത് സമയത്താണ് ധോബിക്ക് ടപക്ക പേടിയാവുന്നു എന്ന് പറയുന്നത് മഴത്തുള്ളികളെ പേടിയാണെന്ന് എപ്പോഴാണ് പറഞ്ഞത് വർഷാക്ക സമീപ് അല്ലേ മഴയുള്ള സമയത്താണ് മഴത്തുള്ളികൾ വീഴുന്നത് അല്ലേ അപ്പൊ ഏത് സമയത്താണ് വർഷാസി ഫസ്റ്റ് എന്താണ് വർഷ धोबी किससे बात कर रहा था धोबिन से पड़ोसन से स्वयं से पड़ोसन എന്ന് പറഞ്ഞാൽ അയൽപക്കത്തുള്ളവര് ഓക്കേ ധോബി ആരോടായിരുന്നു സംസാരിച്ചുകൊണ്ട് നിന്നതെന്നാണ് ചോദിച്ചത് ധോബിനോടാണോ പടോസൻസെ ആണോ സ്വയംസെ ആണോ ധോബിൻ സംസാരിച്ചുകൊണ്ട് നിന്നത് പടോസൻ മീൻസ് അയൽവക്കത്തുള്ളവര് സ്വയംസെ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ധോബിൻ എന്ന് പറഞ്ഞാല് അതിൻ്റെ അവര് ഭാര്യയും ഭർത്താവിനെയും പറയുന്നതാണ് നമ്മൾ ധോബിന് അലക്കുകാരനും അലക്കുകാരിയും അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് ധോബിൻസെ धोबी की झोंपड़ी के पीछे कौन खड़ा था ധോബിയുടെ കുടിലിന് സമീപത്തായിട്ട് ആരാണ് നിന്നത് ഗധ ഹാത്തി ഷേർ ഗധ ഹാത്തി ഷേർ കഴുതയാണോ ഹാത്തിയാണോ ഷേറാണോ സിംഹമാണോ ഡോങ്കിയാണോ സിംഹമാണോ ആരാണ് നിന്നത് ഷേർ फोर्थ वन रास्ते में शेर को कौन मिला വഴിയില് ഷേർ സിംഹം ആരെയാണ് കണ്ടത് ബന്ദർ ആരെയാണ് കണ്ടത് ബന്ദർ കുംഹാർ ने किस पर सवारी की കുംഹാർ പോട്ടർ ആരുടെ പുറത്താണ് സവാരി ചെയ്തത് ഗധേ पर ഷേർ पर ഹാത്തി पर ഡോങ്കിയുടെ പുറത്താണോ സിംഹത്തിന്റെ പുറത്താണോ ഹാത്തി ആനയുടെ പുറത്താണോ ആരുടെ പുറത്തായിരുന്നു കയറിയത് ഡോങ്കിയാണെന്ന് കരുതി ഷേർ സിംഹത്തിന്റെ പുറത്ത് ഷേർ पर कुम्हार कैसा व्यक्ति था चालाक ടർപ്പോ ദുഷ്ട കുംഹാർ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു കുംഹാർ പേടിച്ച വ്യക്തിയായിരുന്നു അല്ലേ ഭയങ്കര പേടിയുള്ള വ്യക്തിയായിരുന്നു ടർപ്പോ ओके तो फर्स्ट वन എന്താണെന്ന് നോക്കി कौन से मौसम में धोबी को टपके का डर था वर्षा धोबी किससे बात कर रहा था धोबिन से नेक्स्ट वन इज धोबी की झोंपड़ी के पीछे कौन खड़ा था धोबी की झोंपड़ी के पीछे एक शेर खड़ा था रास्ते में शेर को कौन मिला रास्ते में शेर को एक बंदर ने मिला कुम्हार ने किस पर सवारी की कुम्हार ने शेर पर सवारी की कुम्हार कैसा व्यक्ति था कुम्हार टर्पोक व्यक्ति था ओके അപ്പോൾ ഇത്രയും പോർഷൻ ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കുക ടെക്സ്റ്റ് തന്നെ ചെയ്യാനുള്ള വർക്കുകൾ ടെക്സ്റ്റ് തന്നെ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിക്കണം ഓക്കെ ചിൽഡ്രൻ ലെറ്റ് us wind up the class see you tomorrow